ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. ശ്യാമയും പപ്പിമോളും രാഘവേട്ടനോടും പിള്ളച്ചേട്ടനോടും പൊന്നിയോടും ഒക്കെ യാത്ര ചോദിച്ചിട്ട് ബാഗും ഒക്കെ ആയിട്ട് അങ്ങോട്ട് നടക്കുവാണ്. പെട്ടെന്ന് പപ്പിമോൾ തിരിഞ്ഞു നോക്കിയിട്ട് ആ ബാഗ് അവിടെ വെച്ചിട്ട് ഓടിപ്പോയി രാഘവേട്ടനെ കെട്ടി അങ്ങ് പിടിക്കുവാണ്. അച്ചച്ചാന്നും പറഞ്ഞ് കുഞ്ഞങ്ങ് കെട്ടിപ്പിടിച്ച് കരയുവാണ്. രാഘവേട്ടനാണെ സങ്കടം സഹിക്കാൻ വയ്യ. എൻ്റെ പൊന്നുമോളേന്ന് പറഞ്ഞ് മാവിട്ട് പൊട്ടി കരയുവാണ് രാഘവേട്ടൻ. അയ്യോ, എനിക്കിതൊന്നും കാണാൻ വയ്യായേ, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ടേക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടൻ എന്തൊക്കെയോ പറഞ്ഞങ്ങ് പദം പെറുക്കി കരയുവാണ്. കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സങ്കടകരമായ നിമിഷമാണത്. എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്നേ എന്നും പറഞ്ഞ് ശ്യാമ ചോദിക്കുവാണ്. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ മോളെ, എന്നെ അങ്ങ് മേളോട്ട് എടുത്താൽ മതിയേ എന്നൊക്കെ പറഞ്ഞ് രാഘവേട്ടൻ വീണ്ടും പൊട്ടി കരയുവാണ്. നിങ്ങൾ പൊയ്ക്കോ മക്കളെ, എനിക്കിതൊന്നും കാണാൻ വയ്യായേ അച്ഛാന്നും പറഞ്ഞ് ശ്യാമയും പൊട്ടിക്കരയുവാണ്. ഈ പൊട്ടിക്കരച്ചിലും എല്ലാം സത്യഭാമ മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. സത്യഭാമ അതിനേക്കാളും മിങ്ങി പൊട്ടിക്കിടന്ന് കരയുവാണ്. ഞാൻ കരയില്ല, ഞാൻ പാറ പോലെ ഉറച്ചു നിൽക്കും എന്നൊക്കെ പറഞ്ഞ സത്യഭാമയുടെ ഒരു അഭിനയമായിരുന്നു. പക്ഷെ സത്യഭാമയ്ക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഈ മുങ്ങിത്താരാൻ പോന്ന കപ്പലിൽ നിന്നും ശ്യാമയും കുഞ്ഞുമെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് അവരോട് ദേഷ്യമുള്ളത് പോലൊക്കെ സത്യഭാമ അഭിനയിക്കുന്നത്. ശ്യാമയും പപ്പിമോളും നടന്നു നീങ്ങുന്നത് സത്യഭാമ മുകളിലെ ബാൽക്കണിയിൽ നിന്ന് കാണുവാണ്. കണ്ടിട്ട് സത്യഭാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതുവരെയും സത്യഭാമയുടെ ഇങ്ങനൊരു രൂപം നമ്മൾ കണ്ടിട്ടില്ല. സത്യഭാമയുടെ സകല അഹന്തയും അഹങ്കാരവും ഒഴിഞ്ഞ് സത്യഭാമ നിറകണ്ണുകളോടെ ഹൃദയം പൊട്ടി കരയുവാണ്. പപ്പിമോൾ നടന്നു പോകുമ്പോഴൊക്കെ സത്യഭാമ ഇങ്ങനെ മുകളിലോട്ട് നോക്കുന്നുണ്ട്. സത്യഭാമയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ല. സത്യഭാമ അങ്ങനെ അങ്ങ് കരയുവാണ്. സത്യഭാമയുടെ അഹങ്കാരം കൊണ്ട് സംഭവിച്ചതാണല്ലോ ഇതെല്ലാം. ഓർത്തിട്ടായിരിക്കും സത്യഭാമ ഇങ്ങനെ പൊട്ടി കരയുന്നത്. ഹോസ്പിറ്റൽ ഐസിയുലെ ശാലിനിക്ക് വിഷ്ണു ഇങ്ങനെ ഓറഞ്ചൊക്കെ പൊളിച്ചിങ്ങനെ വായിലോട്ട് വെച്ചു കൊടുത്ത് ഊട്ടുവാണ്. ശാലിനിയുടെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട്. വിഷ്ണുവിന്റെയും ശാലിനിയുടെയും മുഖത്ത് അതിൻ്റെതായ സന്തോഷവും കാണാനുണ്ട്. ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുന്നത്, എന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കാനാണോ പരിപാടി? തൻ്റെ മുറിവുണങ്ങണ്ടേ? ഞാനല്ലാതെ ആരാ തൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് പരിചരിക്കാനും നോക്കാനും ഒക്കെ ഉള്ളത്? എനിക്കൊരു കുഴപ്പവും ഇല്ല. അതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് ആരാ പറഞ്ഞത്? വിഷ്ണുവേട്ടൻ എന്നെ ശുശ്രൂഷിച്ചോ, പക്ഷെ ഇതിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അവിടെ എന്തായി, കാര്യങ്ങൾ എന്തൊക്കെയായെന്നൊക്കെ തിരക്കണ്ടേ? എടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അവിടുന്ന് വിളിച്ചോളും. അതല്ല വിഷ്ണുവേട്ടാ, അവിടെ അച്ഛൻ്റെ അവസ്ഥ അറിയാലോ. വിഷ്ണുവേട്ടൻ ഉണ്ടെങ്കിൽ അച്ഛൻ ഒരു ധൈര്യവാ. സത്യാമ്മയാണെങ്കിൽ ഈ സമയത്ത് അച്ഛനെ കുറ്റപ്പെടുത്താനേ നോക്കൂ. ഇപ്പോഴാണെങ്കിൽ വിഷ്ണുവേട്ടൻ അങ്ങോട്ട് ചെല്ലാതെ എൻ്റെ അടുത്ത് നിൽക്കുന്നതിന് അതിനും അച്ഛൻ ഒരുപാട് വഴക്ക് കേൾക്കുന്നുണ്ടായിരിക്കും. സത്യാമ്മയുടെ കാര്യം അറിയാലോ. അതിന് താനിപ്പോൾ എന്തായി പറഞ്ഞു വരുന്നത്? ഞാൻ എന്ത് ചെയ്യണമെന്നാ? വിഷ്ണുവേട്ടാ, എൻ്റെ വിഷ്ണുവേട്ടൻ ഇപ്പോൾ വീട്ടിലേക്ക് ചെല്ലണം. കളക്ടർ ആയതുകൊണ്ടേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് ശ്രദ്ധിച്ചോളും. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നോളും. കൂടെ ആരും നിൽക്കണമെന്നും ഒന്നുമില്ല. പക്ഷെ ഇതുപോലെയല്ല, അവിടെ ആള് വേണം. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും നടക്കാവുന്ന ഒരവസ്ഥയാണ്. എന്നാലും എടോ, തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് എങ്ങനെയാടോ പോകാൻ പറ്റുന്നത്? പോയാൽ എനിക്കൊരു സമാധാനവും ഉണ്ടാവില്ല. വിഷ്ണുവേട്ടൻ ഇവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് എൻ്റെ മനസമാധാനം നഷ്ടപ്പെടുന്നത്. ആ സമയത്ത് അനു അങ്ങോട്ട് കയറി വരുന്നുണ്ട്. വിഷ്ണുവേട്ടൻ ഇപ്പോൾ പോയിട്ട് വാ, ഇപ്പോഴിവിടെ അനു ഉണ്ടല്ലോ. അനു ശാലിനിയോട് പറയുക, ഓഫീസിലെ ADM ജോൺ എബ്രഹാം സാർ ചാർജ് എടുത്തു. ശാലിനിക്കതൊരു വലിയ ഷോക്കായിപ്പോയി. ശാലിനി മാഡം എത്തുന്നത് വരെ ഇനി ADMനായിരിക്കും ചാർജ്. ശാലിനി പറയുക, അപ്പോൾ യുദ്ധക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. ജപ്തി നടപടികൾ ഉടനെ നടത്താൻ വേണ്ടി അവർക്ക് ശാലിനി വിഷ്ണുവിനെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. വിഷ്ണുവേട്ട, ഈ ജോൺ എബ്രഹാം എന്ന് പറയുന്നതേ സുസ്മിതയുടെയും ചന്ദ്രബോസിനെയും വലങ്കയ്യ. അവിടെ ഇനി എന്തും നടക്കും മാഡം. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള അച്ചാറും വാങ്ങി പോക്കറ്റിട്ടുണ്ട് ജോൺ എബ്രഹാം സാർ വന്നിരിക്കുന്നത് തന്നെ. അതിൻ്റെയൊക്കെ സൂചനകളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വിഷ്ണു ഇങ്ങനെ കേട്ടിരിക്കുവാണ്. വിഷ്ണുവേട്ട, ഇനി ഒട്ടും വൈകിക്കേണ്ട. ജോൺ എബ്രഹാം കൂടെ വന്ന സ്ഥിതിക്ക് ഉടനെ തന്നെ ഇനി ഒരു യുദ്ധം പ്രതീക്ഷിക്കാം. സാർ പോയിട്ട് വാ. മേഡത്തിൻ്റെ അടുത്ത് ഇപ്പം ഞാനുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാറിനെ ഞാൻ ഫോൺ ചെയ്ത് വിളിക്കാം. ആ സമയത്ത് ഒരു സിസ്റ്റർ 2 മെഡിസിനും കൂടെ വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞ് സ്ലിപ്പ് കൊണ്ടുവന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. എടോ, ഇതാടോ ഞാൻ പറഞ്ഞത് പോന്നില്ലെന്ന്. ഇവിടെ ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ വരില്ലേ? ഞാൻ ഈ മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വിഷ്ണു പോവുകയാണ്. ശാലിനി അനുവിനോട് പറയുക, അനു, ചമ്പാടി എസ്റ്റേറ്റിലോട്ടുള്ള നമ്മുടെ യാത്രയടക്കം ADM ജോൺ എബ്രഹാമിൻ്റെ എൻട്രി വരെ വളരെ ബ്രില്യൻ്റായ ഒരു പോലീസ് ഓഫീസറിൻ്റെ തിരക്കഥയാണ്. ഇനി ഈ തിരക്കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ട്.
അതാണിനി സത്യാമ്മയുടെ വീടിന് മുന്നിൽ അരങ്ങേറാൻ പോകുന്നത്. നാട്ടുകൂട്ടം പോലും മുറ്റത്ത് സത്യാമ്മയുടെ അധ്യക്ഷതയിൽ നാട്ടുകാർക്കിടയിൽ തർക്കപരിഹാര കോടതി നടത്തിയിരുന്ന വീടാത്. സത്യാമ്മ പറയുന്നതനുസരിച്ച് ശിക്ഷാവിധികൾ സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാർ കോടതി പോലെ ബഹുമാനിച്ചിരുന്ന ഒരു വീട്. ആ വീടാണ് ഇന്ന് നഷ്ടപ്പെടലിന്റെ വക്കോളം എത്തി നിൽക്കുന്നത്. സത്യാമ്മ പിടിച്ചു നിൽക്കും. ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള ശക്തിയും ഉണ്ട്. പക്ഷെ അച്ഛൻ ഈ ഒഴുക്കിൽ നീന്തിയെത്താൻ പാടാ. അച്ഛന്റെ കാര്യത്തിലെ അനു എനിക്ക് പേടിയുള്ളു. അതുകൊണ്ട് തന്നെ ഞാൻ വിഷ്ണുവേട്ടനോട് അങ്ങോട്ട് പോകാൻ പറയുന്നത്. അപ്പോൾ മേഡം, ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണല്ലേ? അതെ അനു, പന്തിപ്പോ അവരുടെ കയ്യിലാ. അവരുടെ നീക്കങ്ങളൊന്നും നമുക്ക് അറിയാനും പറ്റില്ല. കരുതിയിരിക്കണം നമ്മൾ, വളരെയധികം കരുതലോടെ. ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മ സത്യമോളെ സ്കൂളിൽ വിടുവാണ്. അല്ലാണ്ട് കൊടുത്തുവിടുന്ന ഭക്ഷണം മുഴുക്ക കഴിച്ചോണം, അല്ലെങ്കിൽ ശാരദാമ്മ നല്ല അടി വെച്ച് തരും കേട്ടോ. അയ്യോ എൻ്റെ ശാരദാമ്മ, ഞാൻ മുഴുക്ക കഴിച്ചോളാം. സത്യമോളെ, മോളെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരാൻ ശാന്തി ആൻറ്റി വരും കേട്ടോ. ശരി ശാരദാമ്മേ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നു. അതിൽ നിന്നും ശ്യാമയും പപ്പിമോളും ഇറങ്ങി വരുന്നുണ്ട്. പപ്പിമോള് ശാരദാമ്മേന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടി വന്ന് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. അയ്യോ മോളെ, എന്തിനാ എൻ്റെ മോള് കരയുന്നേ? എന്താ പപ്പിമോളെ, എന്തുണ്ടായി പറ. എന്താടി ശ്യാമേ, കുഞ്ഞെന്തിനാ ഇങ്ങനെ കരയുന്നത്? അത് സത്യാമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടതുകൊണ്ടാ. ഇപ്പൊ ഞാനും എൻ്റെ മോളുവാ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിൽക്കാനാകാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വിധി ഞങ്ങൾ തന്നെ അനുഭവിച്ചോളാം. മോളെ ശ്യാമേ, നീ എന്താണ് ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം അമ്മേ? കെട്ടിക്കൊണ്ട് വന്ന ആളെന്തിയെന്നാ അവർ ചോദിക്കുന്നത്. അവർ ചോദിക്കുന്നത് ശരിയല്ലേ? രോഹിത് അവിടെ ഇല്ല, അവിടേക്ക് വരുന്നത് പോലുമില്ല. പിന്നെ ഞാനും എൻ്റെ മോളും എന്തർത്ഥത്തിലാണ് അവിടെ നിൽക്കേണ്ടത്? അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ അവിടെ നിൽക്കേണ്ടെന്ന് സത്യാമ്മ പറഞ്ഞത്. രോഹിത്തിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അവർക്കാണുള്ളത്, അല്ലാതെ നമുക്കല്ല. അവൻ്റെ കൂടെ നീ ഇറങ്ങിപ്പോയതൊന്നും അല്ലല്ലോ. അപ്പോഴവൻ എവിടെയാണെങ്കിലും അവിടെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ ജീവിതം തകരാതെ നോക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിന്നെ അവിടെ നിന്ന് ഒഴിവാക്കി വിടാനും ഒന്നും പറ്റില്ല. കോടതിയിൽ പോയാൽ സമാധാനം പറയേണ്ടി വരും. അയ്യോ എൻ്റെ അമ്മയെ, അല്ലെങ്കിൽ തന്നെ അവിടെ ദുരിതവാ. ഏത് നിമിഷവും അവിടെ നിന്ന് ഇറങ്ങിക്കെടുക്കേണ്ട അവസ്ഥയിലാണ് അമ്മയെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോഴാ സ്ഥിതിക്ക് ഞാനും കൂടെ അവിടെ നിന്നാൽ, അത് മാത്രമല്ല അച്ഛനും ഇതേ അഭിപ്രായം തന്നെ. അതുകൊണ്ടമ്മേ പിന്നെ ഒന്നും നോക്കാതെ ഞാനും എൻ്റെ മോളും ഇങ്ങ് പോകുന്നത്. ശാരദാമ്മയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പപ്പിമോളോട് ശാരദാമ്മ പറയുന്നു, എൻ്റെ മോള് സങ്കടപ്പെടേണ്ട, സത്യം ഇവിടെ ഉണ്ടല്ലോ. സത്യമോളെ, പപ്പിയെ കൂട്ടിക്കൊണ്ട് പോ. സത്യമോൾ അങ്ങനെ പപ്പിയും കൂട്ടിക്കൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. പപ്പി നീ സങ്കടപ്പെടാതെ, ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം. ശാന്ത പറയുക, ശ്യാമമോളുടെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയല്ലേ ശാലിനി കുഞ്ഞ് ഇതെല്ലാം സഹിച്ചത്. എന്നിട്ടിപ്പോ ഇങ്ങനെ ആയല്ലോ. എന്ത് ചെയ്യാനാ ശാന്തേ? ഈശ്വരൻ ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട്. വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. എൻ്റെ ദേവി കാത്തോണേ. സത്യഭാമയുടെ വീട്ടിൽ ജപ്തി നടപടികൾ നടക്കുവാണ്. അകത്തുനിന്ന് ഓരോരോ സാധനങ്ങൾ കൊണ്ടുവന്ന് അവർ പുറത്തേക്ക് ഇടുന്നുണ്ട്. സങ്കടത്തോടെ രാഘവേട്ടൻ ആ തിണ്ണയിലിങ്ങനെ ഇരിക്കുവാണ്. പിള്ളയാണെങ്കിൽ പൊട്ടി കരഞ്ഞുകൊണ്ടൊരു മൂലയിലിരിക്കുന്നു. പൊന്നിയാണെങ്കിലോ അവരോരോന്നും വലിച്ചിങ്ങനെ എറിയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം പെറുക്കി അടുക്കി വെക്കുവാണ്. സത്യഭാമയാണെങ്കിൽ അവരോരോന്നും കൊണ്ടുവയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പൊന്നിയോട് പറയുന്നു, പൊന്നി, ഈ വിളക്കിൻ്റെ അടിഭാഗത്തെ തട്ടെവിടെ? ചന്ദ്രബോസ് സുസ്മിതയെ വിളിച്ച് ആഘോഷപൂർവ്വം കാര്യങ്ങളൊക്കെ അങ്ങ് അറിയിക്കുവാണ്. എടി പൊന്നി, നീ കണ്ടായിരുന്നോ? ഞാൻ നമ്മുടെ പൂജാമുറിയിൽ തന്നെ ആയിരുന്നു വെച്ചിരുന്നത്. അയ്യോ സത്യാമ്മേ, അതെല്ലാം കൂടെ ഇവരെ എടുത്ത് പുറത്തോട്ട് ഇട്ടപ്പോഴേ എവിടെയോ പോയതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും കാണും, ഞാൻ നോക്കിയെടുക്കാം. ഇപ്പോഴാണെങ്കിലും നീ നോക്കിയെടുക്ക്. ഈശ്വരന്മാർക്ക് കൊടുക്കുന്നത് മുടക്കാനൊക്കുവോ? വീട് ഇപ്പോൾ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതാണ് നമ്മുടെ വീട്. ഞാൻ എൻ്റെ ഭഗവാന്മാർക്ക് കൊടുക്കുന്നത് ഒരു കാരണവശാലും മുടക്കില്ല. അതിനി എന്തൊക്കെ വന്നാലും ശരി, ഞാൻ മുടക്കില്ല. സത്യഭാമയുടെ ഈ വർത്തമാനമൊക്കെ കേട്ട് ചന്ദ്രബോസ് സുസ്മിതയോട് പറയുക, എടി തള്ളയുടെ റിലേ അടിച്ചു പോയെന്നാ തോന്നുന്നത്. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ വിഷ്ണു അങ്ങോട്ട് ബുള്ളറ്റിൽ വരികയാണ്. വിഷ്ണു നോക്കുമ്പോൾ വീടിനകത്തിരിക്കുന്ന സകല ഫർണിച്ചറും പാത്രവും എല്ലാം ഇങ്ങനെ വീട്ടുമുറ്റത്ത് നിരന്ന് കിടക്കുന്നു. നിറയെ ആൾക്കാർ നിൽക്കുന്നു. അച്ഛൻ വരാന്തയിലിരിക്കുന്നു. അമ്മ കുറെ സഞ്ചിയൊക്കെ കൈപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പൊന്നിയാണെങ്കിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അടുക്കിപ്പെറുക്കുന്നു. പിള്ളേ ഒരു മൂലക്കിരുന്ന് കരയുന്നു. ഇതൊക്കെ പ്രതീക്ഷിച്ചതാണെങ്കിലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് വിഷ്ണുവും വിചാരിച്ചില്ല. വിഷ്ണു അടുത്തോട്ട് വന്ന് സത്യഭാമയെ അമ്മയെന്ന് വിളിക്കുമ്പം സത്യഭാമ പറയുക, ആഹാ, കൂട്ടുകിടപ്പുകാരൊക്കെ വന്നല്ലോ. വന്നപ്പോഴുണ്ടായിരുന്ന കൂടൊക്കെ അങ്ങ് പോയി ഇല്ലേ? അല്ല, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മോൻ വല്ല കടത്തിനെയും കണ്ടുവച്ചിട്ടുണ്ടോ? പിച്ചക്കാരൊക്കെ വരുന്നതിന് മുമ്പേ വേഗം പോയി സ്ഥലം പിടിക്ക്. കടത്തിണ്ണയോ പാലത്തിൻ്റെ അടിയിലോ ഏതായാലും ഇനി നമുക്ക് സ്വർഗമല്ലേ. ഇതൊക്കെ നമുക്ക് സംഭവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ അമ്മേ? അമ്മ വിഷമിക്കാതിരിക്കുക, എനിക്കൊരു സങ്കടവും ഇല്ല.
അതെ, എനിക്ക് എൻ്റെ വിളക്കിൻ്റെ തട്ടം കാണുന്നില്ല. അത് ഇവരെല്ലാം ഇങ്ങോട്ട് വാരി ഇട്ടപ്പോഴെവിടെയോ പോയതാ. എന്തായാലും അകത്തുനിന്നെല്ലാം എടുത്തിടുന്നുണ്ട്. എടുത്തിടുമ്പോൾ കുറച്ച് മര്യാദയ്ക്കൊക്കെ എടുത്തിട്ടൂടെ? വലിച്ച് വാരി ഇട്ടേക്കുക. സത്യഭാമയുടെ ഈ വർത്തമാനമൊക്കെ കണ്ട് വിഷ്ണു ഇങ്ങനെ അങ്കലാപ്പോടെ വിഷമിച്ച് നോക്കുവാണ്. ഒരു സാധനവും ഇനി മര്യാദയ്ക്ക് ഉപയോഗിക്കരുതെന്നുള്ള വാശി തന്നെ ഇവരിതെല്ലാം വാരി ഇട്ടേക്കുന്നത്. ആ വിളക്കിന്റെ തട്ടം ഞാൻ ഇനി എവിടെ പോയി നോക്കാനാ? അല്ലെങ്കിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? വീട്ടിലുള്ളവരോട് പെറുക്കി ഇറക്കാൻ അവർ പറഞ്ഞതാ. അതിനിവിടെ ആരിയ്ക്കുന്നു? കയ്യും കാലും തളർന്നിരിക്കുന്ന ആ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാന്? പിന്നെ പിള്ള, അയ്യോ അതിന്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നേ നല്ലത്. ഒരു മകനുള്ളത് അച്ചിക്ക് കൂട്ടുകിടക്കാൻ പോയതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ. എടി പൊന്നി, നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? ആ തട്ടം നീ നോക്കിയെടുത്തേ പറ്റൂ. അവൾ ഓരോ കാഴ്ചയും കണ്ടോണ്ട് നിൽക്കുക. എല്ലാം നഷ്ടപ്പെട്ട് ജീവശവം പോലെ ഇരിക്കുന്ന രാഘവേട്ടന്റെ അടുത്തോട്ട് വിഷ്ണു ചെന്നിട്ട്, മോനെ നീ വന്നോ? ശാലിനിക്ക് ഇപ്പൊ എങ്ങനുണ്ട്? ഇപ്പൊ കുഴപ്പമില്ലച്ചാ, കുറച്ച് ദിവസം കൂടെ കിടക്കേണ്ടി വരും. ഞാൻ നേണ്ട മോനെ ഈ പിള്ളയോട് പറയുമായിരുന്നു, ഈ വീട് പണിയാനുള്ള കല്ലൊക്കെ ഇതുകൊണ്ടങ്ങ് കുറെ ദൂരെയാ കൊണ്ടിടുന്നതേ. അന്ന് ഈ റോഡും വഴിയൊന്നും ഇല്ല. അവിടുന്ന് തലയെ വെച്ച് ചുമന്നോണ്ടാ ഇവിടെ കൊണ്ടുവന്നിടുന്നതേ. ആദ്യം വെച്ചത് 2 മുറിയും ഒരു അടുക്കളയും മാത്രം. പിന്നീടാ ഇതൊക്കെ ഉണ്ടാക്കിയതേ. രാഘവേട്ടൻ ഇങ്ങനെ പറയുന്നത് വിങ്ങി വിങ്ങി പൊട്ടി കരഞ്ഞോണ്ടാ കേട്ടോ. ഇതിനൊക്കെ നിന്റെ പ്രായമുണ്ട് വിഷ്ണു. ഞാനീ പറഞ്ഞു വന്നതേ, അന്നൊക്കെ പണി കഴിഞ്ഞു വരുമ്പോഴേ ഇതാണ്ട് അവിടെ ഒരു മറ കെട്ടിയാ അതിനകത്താ കുളി. ശരീരം വേദന വരാതിരിക്കാനേ നിന്റെ അമ്മ ഇഞ്ചമ്പുല്ലിട്ട് വെള്ളം ചൂടാക്കി തരുമായിരുന്നു. പിന്നീട് ഞങ്ങളെ ഇഞ്ചമ്പുല്ല് ആ വേലിയരിയിലൊക്കെ അങ്ങ് വെച്ച് പിടിപ്പിച്ച്. അതായിരുന്നു ശരീരവേദന മാറ്റാൻ അന്നത്തെ മരുന്ന്. ഒരുപാട് കഷ്ടപ്പെട്ട് സ്വയം പണി ചെയ്തുണ്ടാക്കിയ വീടാ. ഇപ്പൊ അവർ ഓരോന്നാട്ടെടുത്ത് പുറത്തിടുന്ന സാധനങ്ങളൊക്കെ ഒരുപാട് വിയർത്തുണ്ടാക്കിയതാടാ മക്കളെ. ഈ നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ട് തന്നെയാ മോനെ. ചന്ദ്രബോസ് ഇതെല്ലാം അവിടെ നിന്ന് നോക്കി അങ്ങ് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ചിന് സങ്കടപ്പെട്ടിട്ടോ ആവലാതിപ്പെട്ടിട്ടോ ഒരു കാര്യവുമില്ല. അതും എനിക്കറിയാം. ഒരു മാറ്റം എന്തായാലും വേണം മോനെ. മറ്റൊന്നുണ്ട്, എല്ലാം നേരത്തെ അങ്ങ് കൈവിട്ടു പോയതുകൊണ്ട് ഈശ്വരന്റെ വിളി വരുമ്പോ ധൈര്യമായിട്ട് അങ്ങ് പോകാം. അല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകാനേ മടി കാണുവേ. രാഘവേട്ടൻ ഇതെല്ലാം വിഷ്ണുവിനോട് പറയുമ്പോൾ ഒന്നും പറയാനാകാതെ വിഷ്ണു ഇങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുവാണ് അച്ഛൻ്റെ മുന്നിൽ. ദാ മോനെ, ഈ പിള്ളയെ ദാണ്ട ഇവര് വന്നപ്പോൾ തുടങ്ങിയ കരച്ചില. ഞാൻ കുറെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കിയതാ. പിന്നെ ഞാനങ്ങ് നിർത്തി. അല്ലെങ്കിൽ പിന്നെ അവൻ എന്നെ കൂടെ കരയിക്കാൻ നോക്കും. സാധനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ പെറുക്കി നോക്കുന്ന കൂട്ടത്തിൽ പൊന്നിക്ക് സത്യഭാമയുടെ ആ വിളക്കിന്റെ താഴത്തെ തട്ട് കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമയെ ആ വിളക്ക് വെച്ച് അവിടെ കത്തിക്കുവോ? ഇനി എന്താണ് അടുത്ത പരിപാടി? സത്യഭാമ എങ്ങോട്ടാണ് പോകുന്നത്? ശാലിനിയുടെ വീട്ടിലോട്ട് പോകുമോ എന്നുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.